നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും 40 ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നും എടുത്തിരിക്കുന്നത് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. മെയിനായിട്ട് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് LGS ലെവലിൽ നടത്തിയ ചോദ്യപേപ്പറുകളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് 80 GK ചോദ്യങ്ങൾ എന്തായാലും കിട്ടുമല്ലേ. ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത് 2024 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 165/2024 ആണ്. അപ്പോൾ നമുക്ക് ഇതിലെ 80 GK ചോദ്യങ്ങൾ നോക്കിയാലോ. അപ്പോൾ 2025 മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. 2024 PSC എങ്ങനെയാണ് ചോദിച്ചത്, അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തെ പാറ്റേൺ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ 2025 ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത ഉടനെ തന്നെ 2024 പോയത്. ഇനി 2025 ബാക്കി ചോദ്യങ്ങളുണ്ട്, നമുക്ക് ചെയ്യാം. 2 വർഷങ്ങളിലെ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ സി ആണ്, വില്യം ബെൻഡിക് പ്രഭു. ആരാണ്? വില്യം ബെൻഡിക് പ്രഭു ആണ്. ഇനി ഓപ്ഷൻസിൽ ബാക്കി 3 പേര് ആരൊക്കെയാന്ന് നോക്കിയാലോ. ഡൽഹൌസി പ്രഭുവിൻ്റെ പ്രത്യേകത എന്താണ്? ദത്തവകാശ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡൽഹൌസി പ്രഭു. ഇനി ലിട്ടൺ പ്രഭു ആണെങ്കിൽ പ്രാദേശിക ഭാഷാ പത്ര നിയമം, ആയുധ നിയമം എന്നിവയ്ക്ക് നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലും ഇന്ത്യയുടെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയുമായിരുന്നു ആര്? മൗണ്ട് ബാറ്റൻ പ്രഭു. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. 1857 കലാപവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ്. സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് വായിച്ചാലോ. ഒന്നാമത്തത്, കാൺപൂർ കേന്ദ്രമാക്കി സ്വതന്ത്ര സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. രണ്ടാമത്തത്, ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വതന്ത്ര സമര നായിക. അടുത്തത്, ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. ഈ ഒരു സ്റ്റേറ്റ്മെന്റുകളിൽ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്, 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് കാൺപൂരിലെ 1857 കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും അദ്ദേഹത്തിന്റെ സൈനാധിപതിയായിരുന്ന താന്തിയ തോപ്പിയും കൂടിയായിരുന്നു. ഇനി ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ്? അവധിലാണ്. അവധിലെ തലസ്ഥാനമായ ലക്നൌവിലാണ് ബീഗം നസ്രത്ത് മഹല് പോരാടിയത്. അടുത്തത്, മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലാണ് പോരാടിയത്, ലക്നൌവിലല്ല. അപ്പോൾ ലക്നൌവിൽ ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹലും. ഫൈസാബാദിൽ ആരായിരുന്നു? മൗലവി അഹമ്മദുള്ള. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചുമാണ് തന്നിരിക്കുന്നത്. അടുത്തത്, ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. ഈ ഒരു ചോദ്യം നമ്മൾ 2025 ഇതിന്റെ ഒരു കണക്റ്റഡ് ഫാക്ട് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. ദാദാഭായ് നവറോജിയായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഈ ഒരു കണക്റ്റഡ് ഫാക്ട് പറഞ്ഞതായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ബുക്കിലൂടെയാണ് ദാദാഭായ് നവറോജി അദ്ദേഹത്തിന്റെ ചോർച്ചാ സിദ്ധാന്തം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ചത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ്? ഓപ്ഷൻ സി ആണ്, അലിഗഡ് പ്രസ്ഥാനം. ഓപ്ഷൻ സി ആണ്, അലിഗഡ് പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന. അടുത്ത ചോദ്യം, രാജാറാം മോഹൻ റായ് തുടക്കം കുറിച്ച പത്രങ്ങൾ. രാജാറാം മോഹൻ റായ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? 4 പത്രങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് രാജാറാം മോഹൻ റായ് തുടക്കം കുറിച്ച പത്രങ്ങൾ? ഏതൊക്കെയാണ്? മൂന്നാമത്തേതും മിറാത്ത് ഉൽ അക്ബറും സമ്പാദ് കൗമുദിയുമാണ് രാജാറാം മോഹൻ റായ് തുടക്കം കുറിച്ച പത്രങ്ങൾ. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉമാണ് ശരി. അടുത്തത് 6ാമത്തെ ചോദ്യമാണ്, രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റായ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ ആണ്, ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ് രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റായ് എന്ന് വിശേഷിപ്പിച്ചത്. ഇനി ബാക്കി ഓപ്ഷൻസിലുള്ള 4 പേരെ നമുക്ക് നോക്കിയാലോ.
ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ച് നമ്മൾ ഒരു പോയിന്റ് പറയുവാണെങ്കിൽ എന്താണ് അദ്ദേഹം? ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. വിഗ്രഹാരാധന എതിർത്തതും ഇദ്ദേഹമാണ്. വാഗ്ഭടാനന്ദ എന്താണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു അല്ലെ? ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. പിന്നെ ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് ഒരു പോയിന്റ് എന്താണ്? വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രമുഖ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികള്. അദ്ദേഹത്തിന്റെ 2 കൃതികളുടെ പേരൊന്ന് ഓർത്തു നോക്കിയേ. വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും. ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1821 എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. 1812ലാണ്. 1812ലാണ് രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം. രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം എന്താണ്? 3 കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്, നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇത് 3ഉം കുറിച്യ കലാപത്തിന്റെ കാരണങ്ങളാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. അടുത്തത് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലാണ് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. 9ാമത്തെ ചോദ്യം EV രാമസ്വാമി നായ്ക്കർ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്? EV രാമസ്വാമി നായ്ക്കർ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കർ 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്ത പ്രമുഖ തമിഴ് നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. അപ്പോൾ EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. ഓക്കെ. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത്. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം എന്നത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, കോലോത്ത് നാടാണ്. കോലോത്ത് നാടാണ് മൂഷക വംശം ഭരണം നടത്തിയിരുന്നത്. 11ാമത്തെ ചോദ്യം ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ദിവ്യ ദേശ്മുഖ്. ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി. അടുത്തത് 2024 G7 ഉച്ചകോടി നടന്ന രാജ്യം. 2024 G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഇറ്റലിയാണ്. അപ്പോൾ 2025 G7 ഉച്ചകോടിയും 2026 G7 ഉച്ചകോടിയും നോക്കിയിരിക്കണേ. 13ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം. മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? ഓപ്ഷൻ എ ആണ്, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. 14ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24 അല്ലേ? ഡി ആണ്, ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിലാണ്. ബാക്കി ഓപ്ഷൻസിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിയാലോ. ആർട്ടിക്കിൾ 32 എന്താണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 32മായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇനി ആർട്ടിക്കിൾ 21 എന്താണ്? ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 28 എന്താണ്? സർക്കാർ ഫണ്ട് ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് തടയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 28. അടുത്തത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? 3 അല്ലേ? നമുക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 ശരിയാണ്. 16ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്.
ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാക്കിയിട്ടുള്ളത്. 17ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. 106ാം ഭേദഗതി നിയമമാണ് 2023 നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ഇത് അറിയപ്പെടുന്നത്, എന്നാണ് ഈ ഒരു നിയമത്തിന് പേരിട്ടിരിക്കുന്നത്. 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഏത് വർഷമായിരുന്നു? 2023. 18ാമത്തെ ചോദ്യം, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, പിന്നെ സ്വാശ്രയത്വം. അപ്പോൾ 1ഉം 3ഉമാണ്. 1, 3 ഓപ്ഷൻ വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്. അതാണ് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ടായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ടായിരുന്നു? 5ാം പഞ്ചവത്സര പദ്ധതി അല്ലേ? ഗരീബി ഹഠാവോ എന്ന് പറയുന്നത് അല്ലേ? ഇനി ഭക്ഷ്യ സ്വയം പര്യാപ്തതക്ക് കൂടുതൽ ഊന്നൽ നൽകിയത് 3ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അപ്പോൾ 4ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടതാണ് സ്ഥിരതയോടെയുള്ള വളർച്ചയും സ്വാശ്രയത്വവും. 19ാമത്തെ ചോദ്യം, സ്വതന്ത്രാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതൊക്കെയാണ്? സ്വതന്ത്രാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചത്? സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. ഈ 3 മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉം. അടുത്തത്, വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ C.S. കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഡോക്ടർ C.S. കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അപ്പോൾ ഇതിലെ ഡോക്ടർ D.S. കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശുപാർശകൾ ഏതൊക്കെയാണ്? CS അല്ല, DS ആണ്. പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ. DS കോത്താരി കമ്മീഷനാണ്, ഓർത്തേക്കണേ. എന്തൊക്കെയായിരുന്നു? 2ഉം 4ഉമാണ്. അതായത് 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസം വേണം, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇത് 2ഉമാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശയിൽ പെടുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGCയുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ആയിരുന്നു 1948 ഡോക്ടർ S. രാധാകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. 21ാമത്തെ ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി എന്താണ്? ഓപ്ഷൻ സി ആണ്, ഗഗൻയാൻ അല്ലേ? ഗഗൻയാനാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. അടുത്തത് 22ാമത്തെ ചോദ്യം, 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 1999 കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓപ്പറേഷൻ സഫേദ് സാഗർ. ഓപ്പറേഷൻ സഫേദ് സാഗർ. ഇനി ഓപ്പറേഷൻ വിജയ് എന്താണെന്ന് അറിയാം അല്ലേ? ഓപ്പറേഷൻ വിജയ് എന്താണ്? 1961 ഗോവയെ വിമോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. 23ാം ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ 100 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ 100 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരെന്നാണ് ചോദ്യം. ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മനു ഭാക്കർ. മനു ഭാക്കർ ആണ് ഷൂട്ടിങ്ങിൽ 100 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലെ വെങ്കല മെഡൽ നേടിയ വനിത.
24-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, കൊൽക്കത്തയിലാണ്. 25-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് കെ2 എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, കാരക്കോറം. കാരക്കോറം മലനിരകളിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്. 26-ാമത്തെ ചോദ്യം, ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്? ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്, ഇരുമ്പാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. 27-ാമത്തെ ചോദ്യമാണ്, ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ സി ആണ്, ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. പേരെന്താണ്? ഇന്ദ്രാവതി. ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. ഗോദാവരി നദിയുടെ പ്രത്യേകത എന്താണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി, അല്ലേ? അടുത്ത ചോദ്യം 28-ാമത്തെയാണ്, പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ്, 2003. 2003-ലാണ് പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. പാമ്പാടും ചോല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ഓക്കെ, ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഓപ്ഷൻ ബി ആണ്, 3.28 ദശലക്ഷ ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ വിസ്തൃതി. 30-ാമത്തെ ചോദ്യം, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇടുക്കി ജലവൈദ്യുതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി. 31-ാമത്തെ ചോദ്യം, 53-ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? 53-ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടൻ ആരെന്നാണ് ചോദിച്ചത്. ആരാണ്? ഓപ്ഷൻ ബി ആണ്, മമ്മൂട്ടിയാണ്. മമ്മൂട്ടിക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത്. ഏതായിരുന്നു ചിത്രം? ഏതാണെന്നറിയോ? നൻപകൽ. ലിജോ ജോസ് പെല്ലശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, 53-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചത്. 32-ാമത്തെ ചോദ്യം, 2023-ലെ ഏകദിന ലോകകപ്പ് ജേതാക്കൾ? 2023-ലെ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഓപ്ഷൻ ബി ആണ്, ഓസ്ട്രേലിയയാണ്. 33-ാമത്തെ ചോദ്യം, കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയാണ്? കക്കാട് ജലസേചന പദ്ധതി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ആണ്, പത്തനംതിട്ട ജില്ലയിലാണ്. 34-ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം? കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ്, 2018. 35-ാമത്തെ ചോദ്യം, റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത്? റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആരാണ്? ഓപ്ഷൻ സി ആണ്, സുമതിയാണല്ലേ? സുമതിയാണ്. ബാക്കി മല്ലി, രേഷ്മ, കിരൺ ഇവ മൂന്നും റാം കെയർ ഓഫ് ആനന്ദിയുടെ കഥാപാത്രങ്ങളാണ്. 36-ാമത്തെ ചോദ്യം, ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 30%. 37-ാമത്തെ ചോദ്യം, കേരളത്തിലെ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയ്ക്കാണ്? ഓപ്ഷൻ ബി ആണ്, വയനാടാണ്. 38-ാമത്തെ ചോദ്യം, പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഏത് ജില്ലയിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ്, ആലപ്പുഴ, അല്ലേ? വേമ്പനാട്ട് കായലിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 39-ാമത്തെ ചോദ്യം, എഫ് ആകൃതിയിലുള്ള കേരളത്തിൻ്റെ കായൽ ഏതാണ്? എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്?
ഓപ്ഷൻ ബി ആണ് ശാസ്താംകോട്ട. ഏത് ജില്ലയിലാണ് ശാസ്താംകോട്ട സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. എഫ് ആകൃതിയിലാണുള്ളത്. അഷ്ടമുടി കായലുണ്ടല്ലോ ഓപ്ഷനിൽ. അഷ്ടമുടി കായലിൻ്റെ ആകൃതി എന്താണ്? പനയോലയുടെ ആകൃതിയിലാണല്ലോ. അതും കൊല്ലം ജില്ലയിലാണ്. പനയോലയുടെ ആകൃതിയിലാണ്. 8 ശാഖകൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് കിട്ടിയത്. ഇനി വേമ്പനാട്ട് കായലിൻ്റെ പ്രത്യേകതയാണ് ഏറ്റവും വലിയ കായലാണ്. ഏത് ജില്ലയിലാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി വെള്ളായണിക്കായൽ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലെ ഒരേ ഒരു കായലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരേ ഒരു ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ. അടുത്തത് താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. റീഡ് തവളകൾ ഏത് ജില്ലയിലാണ്? ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ്? റീഡ് തവളകൾ കക്കയം വന്യജീവി സങ്കേതത്തിലാണ്. ചാമ്പൽ മലയെണ്ണാനോ? അത് ചിന്നാറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാമ്പൽ മലയെണ്ണാന് ചിന്നാറാണ് ഇടുക്കി ജില്ലയിലെ. സിംഹവാലൻ കുരങ്ങ് എവിടെയാണ്? സൈലൻറ്റ് വാലിയിലാണ് അല്ലേ? സൈലൻറ്റ് വാലിയിലാണ്. വരയാട് എവിടെയാണ്? ഇരവിക്കുളം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് 1, 4 വരണം അല്ലേ? 1, 4, 2, 3, സി 1. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ റീഡ് തവളകൾ കക്കയം, ചാമ്പൽ മലയണ്ണാൻ ചിന്നാറ്, സിംഹവാലൻ കുരങ്ങ് സൈലൻറ്റ് വാലി, വരയാട് ഇരവിക്കുളം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ 40 ചോദ്യങ്ങൾ. ബാക്കി 40 ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.